ചോദ്യം വായിക്കുക. 10% 20% എത്ര? ഇവിടെ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഓപ്ഷനും ശതമാനത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മളതിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങോട്ടൊന്ന് എഴുതുക. എങ്ങനെയാണ്? 10%, 10%-ൻ്റെ ഇൻ്റെ എന്ന് പറയുമ്പോൾ ഇൻറ്റു 20% എന്ന് വെച്ചാൽ 20/100. നമുക്ക് വെട്ടിക്കളയാം. ഒരു 0 ഞാൻ വെട്ടിയിട്ടുണ്ട്, വീണ്ടും ഒരു 0 വെട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വെട്ടുന്നില്ല, കാര്യം എനിക്ക് ശതമാനത്തിൽ ആൻസർ വേണ്ടതുകൊണ്ട് 2/100 എന്ന് പറഞ്ഞാൽ എത്ര? 2% എന്നല്ലേ 2/100 എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് 2% നമ്മുടെ ആൻസർ. നമുക്കിവിടെ കിടപ്പുണ്ട്. ഇനി ദശാംശമാക്കണമെങ്കിൽ 2/100 എന്ന് വെച്ചാൽ എത്ര? 0.02 എന്നാണ്. അങ്ങനെ ഒരു ആൻസറും കിട്ടും. ഓക്കെ, ചോദ്യം വായിക്കുക. 1/3-നും 1/4-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? നമ്മളിത് 2 തരത്തിൽ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ആദ്യം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ മെത്തേഡുണ്ട്. അത് ചെയ്യുമ്പോഴുള്ള ആൻസർ ഇവിടെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്കത് പറയാം. പിന്നീടുള്ള ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ വേറൊരു മെത്തേഡ് കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? നമ്മുടെ സംഖ്യകൾ ഇതാണ്: 1/3, 1/4. അപ്പോൾ നമ്മളെങ്ങനെ പറയുക? 1/3, 1/4 ഇടയിലുള്ള പറയുമ്പോൾ നമുക്ക് ആ മുകളിലുള്ള ന്യൂമറേറ്റർ തമ്മിൽ പ്ലസ് ചെയ്യുക. എന്ന് വെച്ചാൽ 1 + 1. ഡിനോമിനേറ്റർ തമ്മിൽ പ്ലസ് ചെയ്യുക. 3 + 4. അപ്പോൾ ആൻസർ എത്ര? 2/7. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ചോദ്യം വായിക്കുക. √x + 1 = 3 ആയാൽ എക്സ് എത്ര? ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം, പണ്ട് പഠിച്ചൊരു കൊച്ചു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ. ഇപ്പോൾ x² = 25 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? √25 എന്നിട്ട് നമ്മൾ 5 എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കണ്ട്, ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാകും. അപ്പോൾ തിരിച്ചുകൊണ്ട് റൂട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താകണം? സ്ക്വയർ ആകണം. അപ്പോൾ സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് ഇപ്പുറത്ത് വരുമ്പോൾ സ്ക്വയർ. ഈ ഒരു ആശയം അറിയാമെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം നോക്കിയാൽ √x + 1 ഇതാണ് നമുക്ക് 3 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൂട്ടിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഈ റൂട്ടിനെ ആദ്യം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മിച്ചം ഇതിനകത്തുള്ളത് കാണിക്കണം. കണ്ടോ? √x + 1. അപ്പോൾ എത്ര? ഈ റൂട്ട് അപ്പുറത്ത് പോകുമ്പോൾ സ്ക്വയർ ആകണം. അപ്പോൾ ഇത് 3² എന്നായിട്ട് മാറി. 3² എത്രയാണ്? 9 എന്നാണ്. ഇനി ഇവിടെ ഒരു √x ഉണ്ട്, 1 ഉണ്ട്. ഇപ്പോൾ റൂട്ട് കൊടുക്കാൻ പറ്റില്ല, കാര്യം ഈ 1 ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ റൂട്ട് അപ്പുറത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ 1 അങ്ങോട്ട് കൊടുക്കുക. √x എത്രയായി? 9 + 1 അങ്ങോട്ട് പോകുമ്പോൾ -1, അപ്പോൾ 8 ആയി. വീണ്ടും ഈ റൂട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് എത്രയായിരിക്കാം? റൂട്ട് അപ്പുറത്ത് വരുമ്പോൾ സ്ക്വയർ ആകും. 8ൻ്റെ സ്ക്വയർ. ആൻസർ എത്ര? 64 എന്ന് നമ്മുടെ ആൻസർ. ഇത് നമ്മുടെ ഓപ്ഷൻ സിയിൽ കിടപ്പുണ്ട്. കണ്ടോ? ചോദ്യം വായിക്കുക. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 168 ആയാൽ ഇവയുടെ തുക എത്ര? അപ്പോൾ നമ്മളിവിടെ അറിയേണ്ടത്, ഈ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, ഇവയുടെ ഗുണനഫലം തന്നാൽ, ഗുണനഫലമാണ് തരുന്നത്. അങ്ങനെ തന്നാൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ ആ 168 എന്നുള്ളത് ഇങ്ങോട്ട് എഴുതിയിരിക്കുക. 168. എന്നിട്ട് ആ 168നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പൂർണ്ണ വർഗ്ഗങ്ങൾ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പറയുക. 166 തൊട്ടടുത്ത് ആരൊക്കെ ഉണ്ട്? 144 ഉണ്ട്, പിന്നെ 169 ഉണ്ട്, പിന്നെ 196 ഉണ്ട്. ഇതിൽ 169 എടുക്കത്തില്ല. കാര്യം എന്താ? അത് ഇരട്ട സംഖ്യയുടെ വർഗ്ഗമല്ല. അപ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ ആരൊക്കെയാണ്? 144 എന്ന് പറയുന്ന ആൾ, 196 എന്ന് പറയുന്ന ആൾ. കാരണം ഇരട്ട സംഖ്യകളുടെ ഗുണനഫലമാകുമ്പോൾ ഇരട്ട സംഖ്യകളുടെ പൂർണ്ണവർഗ്ഗങ്ങളെ എടുക്കാവും. ഒറ്റ സംഖ്യകളാകുമ്പോൾ ഒറ്റ സംഖ്യ എടുക്കാവും. അപ്പോൾ 144ൻ്റെ ആരൊക്കെയാണ്? 12 വർഗ്ഗമൂലം. ഇത് 14. അപ്പോൾ ആ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകൾ ആരൊക്കെയാണ്? 12ഉം 14ഉമാണ് സംഖ്യകൾ. അവയുടെ തുക എത്ര? 12 + 14 എത്ര കിട്ടി? 26 നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ആദ്യത്തെ 45 5ൻ്റെ ഗുണിതങ്ങളായ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ആരുടെ ഗുണിതമാണ്? 5ൻ്റെ ഗുണിതമാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ആ ഗുണിതങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ആരും ആലോചിക്കേണ്ട. ഈ 45
എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെ പറയാം? എണ്ണൽ സംഖ്യയുടെ ശരാശരി നമ്മളെങ്ങനെ പറയാം? n+1/2 എന്നാണ് എണ്ണൽ സംഖ്യയുടെ ശരാശരിയെക്കുറിച്ച് പറയും. അപ്പോൾ 45 എണ്ണൽ സംഖ്യയുടെ ശരാശരി എങ്ങനെ പറയും? 45 + 1/2. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഗുണിതം എടുക്കാം. ആരുടെ ഗുണിതമാണ്? 5ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഇൻറ്റു 5 എന്നോട് കൊടുത്തേക്കുക, വേറെ ഒന്നുമില്ല. 45 1 46, 46/2 എന്ന് വരും. 46/2 23 അപ്പോൾ 23 × 5 എന്ന് വെച്ചാൽ 115 എന്ന ആൻസർ. കണ്ടോ, ഓപ്ഷൻ കിടപ്പുണ്ട്. ചോദ്യം വായിക്കുക. ആദ്യ പദം -20 പൊതുവ്യത്യാസം 4 ആയ ഒരു AP-യുടെ എന്ന് വെച്ചാൽ സമാന്തര ശ്രേണിയുടെ 26ാം പദം എത്ര? തന്നിരിക്കുന്ന കാര്യം പറ. ആദ്യ പദം നമ്മൾ സിമ്പിൾ ചെയ്യുന്ന A എന്നാണ് അല്ലേ. A = -20. പൊതുവ്യത്യാസത്തിന് നമ്മൾ D എന്നാണ് സിമ്പിൾ ചെയ്യുക. D = 4. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? AN എന്ന് വെച്ചാൽ A + n-1 × D എന്നാണ്. അപ്പം 26ാം പദമാകുമ്പോൾ എങ്ങനെ പറയും? A + 26 - 1 25D എന്ന് വരും. വില കൊടുത്താൽ മതി. A എന്നുള്ളത് -20 + 25 × 4 -20 25 4 കൂടെ ഗുണിക്കുമ്പോൾ 100 എന്ന് കിട്ടാം. ഇപ്പോൾ ഒരാൾ മൈനസും ഒരാൾ പ്ലസ്സുമാണ്. വ്യത്യാസം ഇന്നാകുമ്പോൾ വലുതിൽ നിന്ന് ചേർത്ത് കുറച്ചു. അപ്പോൾ ആൻസർ 80 എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 50 കിലോഗ്രാം മാങ്ങ 250 രൂപയ്ക്ക് വാങ്ങി 50 രൂപ ലാഭം കിട്ടണമെങ്കിൽ കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം? വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്. നിങ്ങളാണ് മാങ്ങ കച്ചവടം ചെയ്യുന്നത് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? 50 കിലോഗ്രാം മാങ്ങ നിങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങൾ ആ കടയിൽ കൊടുത്ത്, നിങ്ങൾ വാങ്ങിച്ച കടയിൽ നിങ്ങൾ എത്ര കൊടുത്തു? 250 രൂപ കൊടുത്തു. എന്നിട്ട് പറയുന്നത് നിങ്ങൾ വിൽക്കാൻ വേണ്ടി പോകുന്നു. വിൽക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് 50 കിലോ മാങ്ങ തന്നെയാണ്. നിങ്ങൾക്ക് 250 രൂപ നിങ്ങൾ മുടക്കിയെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ ലാഭം കിട്ടണം. എന്ന് വെച്ചാൽ 250 + 50 എത്ര രൂപയ്ക്ക് വിൽക്കണം? 300 രൂപയ്ക്ക് വിറ്റാലേ നിങ്ങൾക്ക് എത്ര? 50 രൂപ ലാഭം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 50 കിലോ മാങ്ങ എത്ര രൂപയ്ക്ക് വിൽക്കണം? 300 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ 1 കിലോ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? 1 കിലോയുടെ വില കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 300/50. അപ്പോൾ എത്ര രൂപ? 6. ഓപ്ഷൻ D ആണ് അവിടെ. ചോദ്യം വായിക്കുക. A-യുടെ 35% B-യുടെ 25% തുല്യമായാൽ A:B എത്ര? നമുക്കിത് 2 തരത്തിൽ ചെയ്യാം. ആദ്യം ഞാനിതിൻ്റെ ഒറിജിനൽ മെത്തേഡ് പറയുകയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A എന്ന് പറയുന്ന ആളുണ്ട്. ഈ A-യുടെ 35% എന്ന് വെച്ചാൽ 35/100 എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ആളുടെ 25%, ദാറ്റ് ഈസ് 25/100. 25% ഉണ്ടോ? അപ്പോൾ നമുക്കിവിടെ ഈ 100 നമുക്ക് വെട്ടിക്കളയാം. അപ്പം A:B ആണ്. അപ്പോൾ A നിർത്തുക. ഈ ഇൻറ്റു ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ A/B എന്നായി. ഇവിടെ ഇപ്പോൾ ഒരു 25 ഉണ്ട്. ആ 25 കാണിക്കുക. ഈ ഇൻറ്റു 35 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ /35. 5ൻ്റെ പട്ടികൾ നമുക്ക് വെട്ടാം. 25 ആകുമ്പം 5 5 25, 7 5 25. അപ്പോൾ നമുക്ക് ആൻസർ 5/7 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ A:B എന്ന് വെച്ചാൽ 5:7 എന്ന ആൻസർ. നമ്മുടെ B ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഇത് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. ഇങ്ങനെ A-യുടെ 35%, B-യുടെ 25% ഇപ്പോൾ തുല്യമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഈ 2 ആളുകൾ തന്നിട്ട് ഇവയുടെ ശതമാനങ്ങൾ തുല്യമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ശതമാനം പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ പറയുക. A-യുടെ 35%. അപ്പോൾ ആദ്യം 35 എന്ന് കാണിക്കുക. പിന്നെ രണ്ടാമത്തെ 25 എന്ന് കാണിക്കുക. ഇതിനങ്ങ് വെട്ടുക. ഉണ്ടോ? 5ൻ്റെ പട്ടികയിൽ വെട്ടി നേരെ തിരിച്ച് കാണിച്ചേക്കുക. ഇതാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം കിട്ടുക. ഒന്നുകൂടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ശതമാനങ്ങൾ 2 എഴുതി 35ഉം 25 എഴുതിയിട്ടു വെട്ടി ചെറുതാക്കി ആ കിട്ടുന്ന ആളെ നേരെ തിരിച്ച് കാണിക്കണം. കാര്യം നമ്മൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് സംഖ്യ കൊണ്ടുപോകുന്നുണ്ട്. അതിന് പകരമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ചോദ്യം വായിക്കുക. 50നെ
അര കൊണ്ട് ഹരിച്ചതിൻ്റെ ഇരട്ടി എത്ര? നമ്മളതിനെ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ചെയ്താൽ മതി. ആദ്യം 50-നെ അര കൊണ്ട് ഹരിക്കണം. നിങ്ങളറിയാതെ ഇൻറ്റു ചെയ്ത് കാണും, ഹരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 50 ഈ ഹരിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹരണചിഹ്നം ഇൻറ്റു ആക്കിയിട്ട് രണ്ടാമത് വന്നിരിക്കുന്ന ആളുടെ റെസിപ്രോക്കൽ പറഞ്ഞു 2/1. അപ്പം 50-നെ അര കൊണ്ട് ഹരിക്കാൻ പറയുമ്പോൾ 50-നെ അര കൊണ്ട് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പം 100 കിട്ടി. 50-നെ അപ്പം അര കൊണ്ട് ഹരിച്ചപ്പോൾ 100 കിട്ടി. ഇനി ആ കിട്ടിയതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര? 100-ൻ്റെ ഇരട്ടി എത്രയാണ്? 100 × 2 200 എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചോദ്യം വായിക്കുക. 36/100-ൻ്റെ വർഗ്ഗമൂലം എത്ര? എന്ന് വെച്ചാൽ √36/100 എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണ സംഖ്യയുടെ വർഗ്ഗമൂലം പറയുന്ന പോലെയല്ല ഇങ്ങനെ പവർ വരുമ്പോൾ. ഇത് രണ്ട് തരത്തിൽ പറയാം. അത് രണ്ട് തരത്തിലാണ് നമ്മൾ ആൻസർ പറയുക. ഒന്ന്, ഈ 36-ൻ്റെ റൂട്ട് പറയുക. 36-ൻ്റെ റൂട്ട് എത്രയാണ്? 6. ആ പവർ അങ്ങനെ തന്നെ ഇട്ട് പറയാം. 6/100 എന്ന് പറയാം. രണ്ടാമത്തത് 36-നെ അങ്ങനെ തന്നെ നിർത്തുക. ഈ 100-ൻ്റെ റൂട്ടല്ല, 100-ൻ്റെ പകുതി പറയും. ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ ഈ വർഗ്ഗമൂലം പറയുന്നത്. 36/50. അപ്പം നമുക്കവിടെ ആൻസറാണ് 36/50.